സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ലെക്ചർ നമ്പർ 1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി, മാക്രോസ്റ്റേറ്റ് ആൻഡ് മൈക്രോസ്റ്റേറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സും മെക്കാനിക്സിൻ്റെയും കൂടെ കമ്പൈൻഡ് ഫോമാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീൽസ് വിത്ത് വെരി ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ്, പാർട്ടിക്കിൾസ്, പീപ്പിൾസ്, എക്സെട്ര. ആൻഡ് ദ മെക്കാനിക്സ് ഈസ് ഡിറ്റർമിനിസ്റ്റിക്. That is, we start with a certain set of conditions and go for a final conclusion. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു കമ്പൈൻഡ് ഫോമാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. Thermodynamics is study of macroscopic variables of a thermodynamic system. അതായത് സ്റ്റഡി ഓഫ് മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മാക്രോസ്കോപ്പിക് വേരിയബിൾസ്? എനർജി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, എൻട്രോപ്പി, ഇതൊക്കെ എന്താണ്? മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആണ്. ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സ്റ്റഡി ഓഫ് എ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അതായത് അതിൻ്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓഫ് ഇൻഡിവിജ്വൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, അതിൻ്റെ സ്റ്റഡിയാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗ്യാസ് മോളിക്യൂൾസ് ഇൻ എ കണ്ടെയ്നർ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ ഗ്യാസ് മോളിക്യൂൾസിനെയും, അതായത് ആ മൊത്തം നമ്മൾ എങ്ങനെയാണ് സാധാരണ തെർമോഡൈനാമിക്സിൽ നമ്മൾ നോക്കുക, ആ മൊത്തം സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എത്രയാണ്, അതായത് ടോട്ടൽ വോളിയം എത്രയാണ്, അതായത് ടോട്ടൽ പ്രഷർ എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണ്, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ് അല്ലേ? പക്ഷേ എന്നാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ അതിലുള്ള ഓരോ ഗ്യാസ് മോളിക്യൂൾസിനും എത്ര ടെമ്പറേച്ചർ ഉണ്ട്, എത്ര എനർജി ഉണ്ട് എന്നുള്ള അങ്ങനെ ഓരോ ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ചും പഠിക്കുന്നതാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് സം ഓഫ് എനർജീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെയും സമ്മാണ് എന്ത്? നമ്മുടെ ഈ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് E1 E എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓവർ ഐ NiEi. അതായത് NiEi എന്ന് പറയുമ്പോൾ EI എന്ന് പറയുന്നതാണ് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെയും എനർജി. അപ്പോൾ Ni എന്ന് പറഞ്ഞാൽ എന്താണ്? EI എനർജി ഉള്ള പാർട്ടിക്കിൾസിൻ്റെ നമ്പറാണ് എന്ത്? Ni. ഓക്കെ, ഇതാണ്. അപ്പോൾ ഈ ഓരോ പാർട്ടിക്കിൾസിനെ കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പറയുന്നത്. അപ്പോൾ ഓരോ അതിലുള്ള ഓരോ പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം നമ്മുടെ മുന്നിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവിടെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന് റോള് വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇൻഫൈനൈറ്റ് നമ്പർ, ഒരു ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കുന്ന മെത്തേഡാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് വേരിയബിൾസിനെ സ്റ്റഡിയാണ്. അപ്പോൾ ഈ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് വേരിയബിളും, മറ്റേത് എന്താണ്? ഇൻറ്റൻസീവ് വേരിയബിളും. എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എന്ത്? എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എനർജി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം അല്ലെങ്കിൽ എൻട്രോപ്പി. ഇതൊക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ആണ്. എന്നാൽ ഇൻറ്റൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്, അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾസ് ആണ് എന്ത്? ഇൻറ്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, അതൊക്കെ. അപ്പോൾ ഡെൻസിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണ്. മാസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ്, വോളിയം എന്ന് പറയുന്നതും ഒരു എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ്. അപ്പോൾ അതിനെ രണ്ടിൻ്റെ എക്സ്റ്റെൻസീവ് വേരിയബിൾ ഡിവൈഡ് ബൈ എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്താണ് നമുക്ക് കിട്ടിയത്? ഒരു ഇൻറ്റൻസീവ് വേരിയബിൾ ആണ്. അതാണ് എന്ത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ പൊസിഷണൽ മൊമെൻറ്റം കോൺസ്റ്റൻസ് ഓഫ് എ സിസ്റ്റമാണ്. അതായത് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഫേസ് സ്പേസിലാണ്. അതായത് ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ പൊസിഷനും മൊമെൻറ്റവും ഉള്ള ഒരു സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മൈക്രോസ്കോപ്പിക് വേരിയബിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് പൊസിഷനും മൊമെൻറ്റും ഉള്ള, അതായത് ഒരു ആക്സിസിൽ പൊസിഷനും ഒരു ആക്സിസിൽ മൊമെൻറ്റും ആയിരിക്കും. അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ഫേസ് ട്രജക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അത് ചിലപ്പോൾ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും, വേറെ എന്തെങ്കിലും ഷേപ്പിലായിരിക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് ട്രജക്ടറി. അതായത് പൊസിഷനും മൊമെൻറ്റും ഉള്ള സ്പേസ് ആണ് എന്ത്? ഫേസ് സ്പേസ് എന്ന് പറയുന്നത്.
ആ ഫേസ് ട്രജക്ടറിയുടെ ഓരോ പോയിന്റും എന്താണ്, ഓരോ മൈക്രോ സ്റ്റേറ്റുകളായിരിക്കും. ഇതാണ് എന്ത്, മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് അസ്യൂമിങ് ഈക്വൽ പ്രോബബിലിറ്റീസ് ഫോർ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. അതായത് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇവൻറ്റ്സ് എന്ന് അറിയണം അല്ലേ. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എനി ട്രയൽ. അതായത് ട്രയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി കാണുന്ന സമയത്ത് നമ്മൾ കുറേ ട്രയൽസ് എടുക്കും അല്ലേ, അതിനാണ് നമ്മൾ പ്രോബബിലിറ്റി കാണുക. അങ്ങനെ ഓരോ ട്രയലിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിബിൾ ഔട്ട്കമ്മുകളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പോസിബിൾ ഔട്ട്കമ്മുകൾ ഏതൊക്കെയാണ്, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ അല്ലേ. അപ്പോൾ ഈ ഹെഡ് വരാൻ, അതാണ് നമ്മൾ എന്താ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സെയിം പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വലി ലൈക്ലി എന്ന് പറയുന്നത്. അതായത് ഹെഡ് വരാനും ടെയിൽ വരാനും ഈക്വൽ പ്രോബബിലിറ്റി ആണ് എന്ന് പറയുന്നതിനെയാണ് ഈക്വൽ ആണല്ലോ. നമുക്ക് ഹെഡ് വരാനും ടെയിൽ വരാനും എന്താണ്, ഈക്വൽ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയും ഹാഫ് ആണ്, ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഈക്വലി പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം, പിന്നെ ഇവൻറ്റ് ഷുഡ് ബി ഈക്വലി ലൈക്ലി. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോസിബിൾ ഔട്ട്കമ്മുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോസിബിൾ ഔട്ട്കംസിൽ ഒരു ഇവൻറ്റ് ഉണ്ടാവുന്ന സമയത്ത്, ഒരു ഔട്ട്കം വരുന്ന സമയത്ത് മറ്റേ ഔട്ട്കം ആബ്സെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് വന്ന ആ സമയത്ത് ടെയിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഹെഡ് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ടെയിൽ കാണാൻ പറ്റും ഇല്ല. ഹെഡ് പ്രസന്റ് ആവുന്ന സമയത്ത് മറ്റേ എന്താണ്, ആബ്സെൻ്റ് ആണ്. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ വൺ ഇവൻറ്റ് ഈസ് പ്രസന്റ് ആൻഡ് അതർ ഇവൻറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആബ്സെൻറ്റ്. അതാണ് എന്ത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 4 ഡിസ്റ്റിങ്ക്യൂഷബിൾ പാർട്ടിക്കിൾ ഇൻ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഈക്വൽ സൈസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മളൊരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുക, അത് നമ്മൾ 2 ഈക്വൽ കമ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കയ്യിൽ 4 ഡിസ്റ്റിങ്ക്യൂഷണബിൾ പാർട്ടിക്കിൾസ് ഉണ്ട്, എ, ബി, സി ആൻഡ് ഡി. എന്നിട്ട് നമ്മൾ ഈ 4 പാർട്ടിക്കിൾസിനെയും ഈ 2 കമ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, അതിന് മുന്നേ നമ്മളിങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ അസംഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ മസ്റ്റ് ഗോ ഇൻ വൺ ഓഫ് ദി കമ്പാർട്ട്മെൻറ്റ്. അതായത് പാർട്ടിക്കിൾ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരിക്കണം, വേറെ എവിടേക്കും പോകാൻ പാടില്ല, പുറത്ത് നിൽക്കാനൊന്നും പാടില്ല. എന്താണ്, ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കണം പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ മസ്റ്റ് ബി 4. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എപ്പോഴും 4 ആയിരിക്കണം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ, ബി, സി, ഡി ആണ്, 4 പാർട്ടിക്കിൾസ്. ഈ 4 പാർട്ടിക്കിൾസും എന്തായിരിക്കണം, 4 പാർട്ടിക്കിൾസ് മാത്രമേ അതിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലത്തെ കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാർട്ടിക്കിൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ മസ്റ്റ് ബി 4. പിന്നെ തേർഡ് അസംഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി. അതെന്ത് ചെയ്യണം, ഒബേ ചെയ്യണം. ഇത് 3 നമ്മുടെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മൾ പറഞ്ഞു നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 2 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ 4 പാർട്ടിക്കിൾസ്, രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ 0, പിന്നെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ 3 പാർട്ടിക്കിൾസ്, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ 1 പാർട്ടിക്കിൾസ്. അങ്ങനെ നമ്മൾക്ക് ഒരു 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പാർട്ടിക്കിൾസിനെ ഈ 2 കമ്പാർട്ട്മെൻറ്റുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് മാക്രോ സ്റ്റേറ്റ് എന്ന് പറയാം. മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഈച്ച് കമ്പാർട്ട്മെൻറ്റ്. ഓരോ കമ്പാർട്ട്മെൻറ്റിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് എന്ത്, മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുക. അതായത് പാർട്ടിക്കിൾസിൻ്റെ നമ്പറെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് എന്ത്, മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുക. അത് ഏത് പാർട്ടിക്കിളാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നോ അല്ലെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നോ ഒന്നും അന്വേഷിക്കില്ല, മാക്രോ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അന്വേഷിക്കില്ല.
അതായത് ഓരോ കമ്പാർട്ട്മെന്റിലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വെരിഫൈ ചെയ്യുള്ളൂ മാക്രോ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന 5 രീതികളിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. 4 0 3 2 2 2 1 3 0 4 അങ്ങനെ 5 രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, 5 മാക്രോ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 5 മാക്രോ സ്റ്റേറ്റുകൾ എത്ര പാർട്ടിക്കിൾസിനായിരുന്നു, 4 പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ n+1 മാക്രോ സ്റ്റേറ്റിന് എന്ത് വരും, n പാർട്ടിക്കിൾസ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും അതിനെ, നമുക്ക് വേണമെങ്കിൽ അതിനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ n,0 n-1,1 അല്ലെങ്കിൽ n-2,2 അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം, അപ്പോൾ നമുക്ക് ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന n, ആ n-നനുസരിച്ച് എത്ര മാക്രോ സ്റ്റേറ്റ് അവിടെ ഉണ്ടാവും എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താണ് മൈക്രോ സ്റ്റേറ്റ് എന്ന്. മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ഇൻഫർമേഷൻ ഫ്രം ഈച്ച് കമ്പാർട്ട്മെൻറ്റ്. ഓരോ കമ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മൈന്യൂട്ട് ഇൻഫർമേഷൻ വരെ നമുക്ക് തരുന്നതാണ് എന്ത്, മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് മൈന്യൂട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കമ്പാർട്ട്മെൻറ്റിൽ ഏത് പാർട്ടിക്കിളാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, മൈന്യൂട്ട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the possible arrangement of a particular macro state. ഒരു പർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റിൻ്റെ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ്. അതായത് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 3-1 എന്ന് പറയുന്ന ഒരു മാക്രോ സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, 4 രീതികളിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ, ABC, പിന്നെ അപ്പുറത്ത് D, അങ്ങനെ നമ്മളിപ്പോൾ ആ ടേബിൾ കാണിച്ചിട്ടില്ലേ, 4 രീതികളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 3-1 എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഈ മൈക്രോ സ്റ്റേറ്റിനെ 4 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ അറേഞ്ച്മെൻറ്റ്സിനെയും നമ്മൾ എന്ത് പറയും, അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയും. അതായത് മൈക്രോ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് പാർട്ടിക്കിൾ ഏതൊക്കെ കമ്പാർട്ട്മെൻറ്റുകളിലാണ് ഇരിക്കുന്നതെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ABC എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിലാണ്, അതായത് അതുപോലെ D എന്ന് പറയുന്ന പാർട്ടിക്കിൾ 2ാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻറ്റ്, ആ ഒരു സ്റ്റേറ്റ്, അതാണ് ഒരു മൈക്രോ സ്റ്റേറ്റ്. അടുത്ത മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എയും ബിയും വേറൊരു രീതിയിൽ ഇതേ റേഷ്യോ, അതായത് 3-1 എന്ന് പറയുന്ന രീതിയിൽ തന്നെ, പക്ഷെ വേറെ എയും ബിയും സിയിലൊരു പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിട്ടുണ്ട്, ആ ഒരു അറേഞ്ച്മെൻറ്റ് അതൊരു വേറെ അറേഞ്ച്മെൻ്റ് ആണ്, അതൊരു അടുത്ത മൈക്രോ സ്റ്റേറ്റ്. അങ്ങനെ അപ്പം 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാക്രോ സ്റ്റേറ്റിനെ 4 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ മാക്രോ സ്റ്റേറ്റിനെ 4 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 4 പോസിബിലിറ്റി ഉണ്ടല്ലോ, ഈ 4 എന്താണ്, ഓരോ മൈക്രോ സ്റ്റേറ്റുകളാണ്. ഈ 4 അതായത് നമ്പർ ഓഫ് പോസിബിൾ മൈക്രോ സ്റ്റേറ്റിൻ്റെ പർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റ് ആണ് എന്ത്, തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. അതായത് ഒരു മാക്രോ സ്റ്റേറ്റിൽ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട് എന്നതിൻ്റെ മെഷറാണ്, അല്ലെങ്കിൽ അത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ്, എത്ര മൈക്രോ സ്റ്റേറ്റുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ് എന്ത്, തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ മാക്രോ സ്റ്റേറ്റിൻ്റെ കേസുകളും പരിശോധിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ മാക്രോ സ്റ്റേറ്റ് 4-0. അപ്പോൾ 4-0 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിൽ 4 പാർട്ടിക്കിൾസും 2ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും, ഒരൊറ്റ രീതിയിൽ. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ 4 പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പാർട്ടിക്കിളും അവിടെ കഴിഞ്ഞു, ഇനി വേറെ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഒരൊറ്റ രീതിയിലാണ് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട് അവിടെ, ഒരു മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എത്രയാണ്, 1 ആണ്. ഇനി അടുത്തത് 3-1, അത് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ നമുക്ക് എത്ര മനസ്സിലായി, 4 മൈക്രോ സ്റ്റേറ്റ്, 4 ആണ് അപ്പോൾ എന്ത്, തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് 2-2 എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റ്. 2-2 എന്നുള്ള മാക്രോ സ്റ്റേറ്റിൽ അതായത് 2 കമ്പാർട്ട്മെൻറ്റിലും 2 പാർട്ടിക്കിൾസ് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതികൾ, ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും, 6 അല്ലേ. അപ്പോൾ 6 മൈക്രോ സ്റ്റേറ്റുകൾ. അപ്പോൾ എന്താണ്, തെർമോഡൈനാമിക്സ് പ്രോബബിലിറ്റി എത്രയായി വരിക, 6. ഇനി 1-3 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സെയിം നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ എന്ത് വരും, 4 ആയിരിക്കും അതിൻ്റെ എന്ത്, 4 മൈക്രോ സ്റ്റേറ്റുകളായിരിക്കും. അപ്പോൾ 4 ആയിരിക്കും അതിൻ്റെ എന്ത്, തെർമോഡൈനാമിക് പ്രോബബിലിറ്റി വരിക. ഇനി 0-4 വന്ന ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എം ടി ആണ്, രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ 4 പാർട്ടിക്കിൾസ്. അപ്പോൾ അത് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും,
ഒരു രീതിയിൽ. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റും പ്രോബബിലിറ്റി ഓഫ് മാക്രോ സ്റ്റേറ്റ് ആണ് നോക്കാനുള്ളത്. പ്രോബബിലിറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് എനി മൈക്രോ സ്റ്റേറ്റ് ഇൻ എ പർട്ടിക്കുലർ സിസ്റ്റം. ഒരു പർട്ടിക്കുലർ നമ്മുടെ സിസ്റ്റത്തിൽ മൈക്രോ സ്റ്റേറ്റ് വരാനുള്ള അതിൻ്റെ ചാൻസിനാണ് എന്ത് പ്രോബബിലിറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കാണാം, ഫേവറബിൾ ബൈ ടോട്ടൽ. ഇവിടെ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ടോട്ടൽ 2 കമ്പാർട്ട്മെൻറ്റുകൾ അല്ലേ. ഇനി നമുക്ക് ഫേവറബിൾ ആയിട്ട് എത്ര എണ്ണം ഉണ്ടാവും, ഒരെണ്ണം. അതെന്താ ഫേവറബിൾ ആയിട്ട് ഒരെണ്ണം വരാൻ കാരണം, അതായത് നമ്മൾ പറയുന്നത് നമ്മുടെ പാർട്ടിക്കിൾ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിലേ ഇരിക്കാൻ പാടുള്ളൂ, 2 കമ്പാർട്ട്മെൻറ്റിലായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിലേ ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നേലും സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഓരോ പാർട്ടിക്കിളിൻ്റെയും പ്രോബബിലിറ്റി എന്താ വരിക, 1/2. അപ്പോൾ പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് സിയും പി ഓഫ് ഡിയും എന്താണ് 1/2 ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ് എത്രയുണ്ട്, ടോട്ടൽ ചാൻസ് ഈ അതായത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ ബി സി ആൻഡ് ഡി. ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് മനസ്സിലാക്കും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് എന്താണ് 1/2 × 1/2 × 1/2 × 1/2, അതായത് 4 1/2s അല്ലേ. അതായത് 1 ഡിവൈഡഡ് ബൈ 2^4, അതായത് 1/16. ഈ 1 ഡിവൈഡ് ബൈ 2^4 എന്ന് പറയുമ്പോൾ 2 എന്താണ് കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ എണ്ണം, 4 എന്താണ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, അതായത് കമ്പാർട്ട്മെൻറ്റ് റേസ് ടു പാർട്ടിക്കിൾസ് അല്ലേ. അതായത് പ്രോബബിലിറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ് റേസ് ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി പ്രോബബിലിറ്റി ഓഫ് മാക്രോ സ്റ്റേറ്റ് അതെന്താണ്, ദ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് പെർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റ്. ഒരു മാക്രോ സ്റ്റേറ്റ് വരാനുള്ള ചാൻസ് ആണ് എന്ത് പ്രോബബിലിറ്റി ഓഫ് എ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതായത് അറേഞ്ച്മെൻറ്റ് ഇൻ ഫസ്റ്റ് അതായത് ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എത്രയെണ്ണം ഉണ്ട്, 16 എണ്ണം. അത് നമ്മൾ നേരത്തെ മൈക്രോ സ്റ്റേറ്റ് പ്രോബബിലിറ്റി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, മൊത്തം 16 അറേഞ്ച്മെൻറ്റ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് മുകളിൽ അതായത് ഡിനോമിനേറ്റർ കൊടുത്തു. ഇനി ന്യൂമറേറ്ററിൽ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഏത് മാക്രോ സ്റ്റേറ്റ് ആണോ ആ മാക്രോ സ്റ്റേറ്റിൽ എത്ര അറേഞ്ച്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് 4,0 എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റിൽ എത്ര അറേഞ്ച്മെൻറ്റുകളുണ്ട്, ഒരു അറേഞ്ച്മെൻറ്റ് അല്ലേ. ഒറ്റ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എത്രയാണ് 1, അപ്പോൾ ഒറ്റ അറേഞ്ച്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ 1 ഡിവൈഡ് ബൈ എത്രയാണ് ടോട്ടൽ 16, അപ്പോൾ 1/16. ഇനി അതുപോലെ തന്നെ P31 കാണാം, അപ്പോൾ എന്താ പറയുക 4/16. അങ്ങനെ നമ്മൾ ഓരോ മാക്രോ സ്റ്റേറ്റിൻ്റെയും പ്രോബബിലിറ്റി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി ഈ പി ഓഫ് 40 എന്ന് പറയുന്നത് 1/16 ആണ്, 1 × 1/16. അതായത് 1 എന്ന് പറയുന്നത് അപ്പോൾ ഉള്ള ആ മാക്രോ സ്റ്റേറ്റിൻ്റെ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ഇൻറ്റു 1/16 എന്താണ് പ്രോബബിലിറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റ്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ ആൻഡ് താങ്ക് യു.